നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെതിരെ കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. അറസ്റ്റും റിമാൻഡും നിയമപരമാണെന്ന് നിരീക്ഷിച്ച ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ടെന്നും വ്യക്തമാക്കി. കെജ്രിവാളിന് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രത്യേക പരിഗണന നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. രാഷ്ട്രീയത്തിനല്ല, നിയമത്തിനാണ് കോടതിയുടെ പ്രഥമ പരിഗണന. രാഷ്ട്രീയ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, നിയമ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിധിന്യായങ്ങൾ എഴുതുന്നത്. രാഷ്ട്രീയ പരിഗണനകൾ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാനാകില്ല. കോടതിയുടെ മുന്നിലുള്ളത് കേന്ദ്ര സർക്കാരും കെജ്രിവാളും തമ്മിലുള്ള തർക്കമല്ലെന്നും കെജ്രിവാളും ഇഡിയും തമ്മിലുള്ള കേസാണെന്നും കോടതി നിരീക്ഷിച്ചു. ഈ വാർത്ത നമ്മൾ വായിക്കുമ്പോൾ എല്ലാ കോടതി വിധികളിലും ഇതേ മാനദണ്ഡമല്ലല്ലോ അനുവർത്തിച്ചു വരാറുള്ളത് എന്നൊരു സംശയം. ശരിയാണ്, മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു പൗരൻ ഇഡി പൗരനെതിരെ നടത്തുന്ന കേസ് ഈ രീതിയിലാണോ എല്ലാ കേസും? ഇന്നലെ തന്നെ കോടതി വിധി പറഞ്ഞ മറ്റൊരു കേസുണ്ട്, TM തോമസ് ഐസക്കിന്റെ. അവിടെ ഇഡിക്ക് തോമസ് ഐസക്കിനെതിരെ കോടതി വീണ്ടും ചോദിക്കുന്നു, എന്താണ് ഇത് അറസ്റ്റ് ചെയ്യാൻ നിദാനമായ വസ്തുതകൾ നിരത്താൻ പറഞ്ഞിട്ട് ഇഡിക്ക് അത് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സംഗതി നിലനിൽക്കുമ്പോഴും കോടതി ഇന്നലെ നിരീക്ഷിച്ചത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇത്തരം സംഗതികളിൽ നിന്ന് ഒഴിവാക്കൂ. അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരു പരിഗണന ഏതടിസ്ഥാനത്തിലാണ് കോടതി കൊണ്ടുവന്നത്? തോമസ് ഐസക് എന്ന വ്യക്തിയും ഇഡിയും തമ്മിലുള്ള കേസായിട്ട് എന്താണ് അതിനെ പരിഗണിക്കാത്തത്? അപ്പോൾ വ്യക്തിനിഷ്ഠമായിട്ടാണ് കോടതികൾ പോലും, മനോനിഷ്ഠമായി കാര്യങ്ങൾ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല. ബാബറി മസ്ജിദ് തകർത്തെറിഞ്ഞ് പള്ളി പണിതപ്പോഴും വസ്തുതകളും തെളിവും ഒരു വശത്തും വിധി വേറൊരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നു എന്ന് പറയുന്നത് പോലെ ഓരോ കോടതിക്കും വളരെ സബ്ജക്റ്റീവായി തോന്നുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഒബ്ജക്റ്റീവ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നില്ല എന്ന പരിമിതി തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കോടതികൾ ഏറ്റവും മുകളിലിരിക്കുന്നു, നമുക്ക് നീതി കൊണ്ടുതരൂ എന്ന് പ്രതീക്ഷിക്കുമ്പോൾ നീതി ഇടയ്ക്ക് വീണ് കിട്ടാം എന്ന് മാത്രമേ ഉള്ളൂ. അത് അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരെ ആശ്രയിച്ചിരിക്കും എന്ന് പറയേണ്ടി വരും. സമൂഹമാധ്യമമായ എക്സിൽ വലിയ ഫോളോവേഴ്സുള്ള മുൻനിര രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ മോദിയുടെ ഫോളോവേഴ്സിൽ 60% പേരും വ്യാജമാണെന്ന് അടുത്തിടെ ഡിപ്ലോമസി പുറത്തുവിട്ട ട്വീറ്റിൽ പറയുന്നു. അന്താരാഷ്ട്ര സംഘടനകളെയും സർക്കാരുകളെയും അവരുടെ ഡിജിറ്റൽ സ്ട്രാറ്റജി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഡിപ്ലോമസി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന കേന്ദ്രമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന് നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ നൽകിയ പരാതിയെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തത്. മുൻ കേന്ദ്രമന്ത്രി സൽമാൻ ഖുർഷിദ്, രാജ്യസഭാ MP മുകുൾ വാസ്നിക്, പവൻ ഖേര, ഗുർദീപ് സപ്പൽ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇന്നലെ നിർവാചന സദസ്സിലെത്തി തെരഞ്ഞെടുപ്പ് സമിതിയിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ EDയെ വിലക്കി ഹൈക്കോടതി. വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയതിൽ ഫെമ നിയമലംഘനമുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ED തുടർച്ചയായി സമൻസ് അയക്കുന്നത് ചോദ്യം ചെയ്ത് തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് TR രവിയുടെ ഉത്തരവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക് സ്ഥാനാർത്ഥിയാണെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയെ ശല്യം ചെയ്യേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി. കോൺഗ്രസ് പ്രകടന പത്രിക പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നുവെന്ന വിമർശനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉരുണ്ടു കളിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പല നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പൗരത്വ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കുന്നേയില്ല. മറ്റു പല നിയമങ്ങളും എടുത്തു പറയുന്നുണ്ട് പ്രകടന പത്രികയിൽ. അത് മനഃപൂർവ്വം പൗരത്വ നിയമത്തെ മാറ്റി നിർത്തിയതാണ്. അങ്ങനെ ഒരു മനസ്സ് കോൺഗ്രസിന് എങ്ങനെ വന്നുവെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു.
മനോരമയിൽ വന്ന വാർത്തയും കോൺഗ്രസ് പ്രകടനപത്രികയും എടുത്തു കാട്ടിയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇനി നമുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. വളരെ ശ്രദ്ധേയമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത്. കേരള സ്റ്റോറി, കേരളത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന കേരള സ്റ്റോറി, ഒരു വസ്തുതയുമില്ലാതെ കണ്ട് വിദ്വേഷ പ്രചരണത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന കേരള സ്റ്റോറി എന്ന സിനിമ രൂപതയോ അതിരൂപതയോ ഒക്കെ പ്രദർശിപ്പിക്കുന്നതിനെ തുടർന്ന് ഫേസ്ബുക്കിൽ അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ എഴുതിയ ഒരു പോസ്റ്റ്, ഒരു കുറിപ്പാണ്. അത് മുഴുവനായി തന്നെ വായിക്കുകയാണ്. ഇടുക്കി രൂപത ചെയ്തത് തെറ്റ്. ഇത്തരം നുണക്കഥയല്ല വേദോപദേശ ക്ലാസ്സിൽ കുട്ടികൾക്ക് പ്രണയത്തെപ്പറ്റി പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. അപൂർവ സംഭവങ്ങൾ അല്ല ഒരു വിഷയം പഠിപ്പിക്കാൻ ഉദാഹരണം ആക്കേണ്ടത്. കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളെയുമാണ് അപമാനിച്ചത്. 30,000 മലയാളി പെൺകുട്ടികൾ യാതൊരു ബുദ്ധിയും ചിന്തയും ഇല്ലാതെ ആടുമേയ്ക്കാൻ കേരളത്തിൽ നിന്ന് സിറിയയിൽ പോയി എന്ന നുണ എന്ത് കണക്കിന്റെ, എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ആണ്? ഒരു സംസ്ഥാനത്ത് നിന്ന് 30,000 പെൺകുട്ടികളെ ഇത്തരത്തിൽ പ്രേമിച്ച് സ്വാധീനിക്കപ്പെട്ട് മതം മാറ്റി അന്യരാജ്യത്തേക്ക് കൊണ്ടുപോയി എന്ന അതീവ ഗൗരവമുള്ള ഒരു ആരോപണം ഒരു മതത്തെ കുറ്റപ്പെടുത്തിയാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ തന്നെ എന്തുകൊണ്ട് സർവാധികാരിയായ മോദിയും അമിത്ഷായും അതിൽ നടപടിയെടുത്ത് അതിലുള്ള ദേശ സുരക്ഷാ പ്രശ്നത്തെ ഇതുവരെ പരിഹരിച്ചില്ല? അപൂർവമായി സംഭവിക്കുന്ന ഒന്നിനെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അപക്വമാണ്. പ്രായം എന്നൊന്നുണ്ട്, പ്രായപൂർത്തി എന്നൊന്നുണ്ട്, പ്രണയം എന്നൊന്നുണ്ട്. ഇതൊക്കെ അംഗീകരിക്കാൻ ഇനിയും മതനേതാക്കളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല. ഇത്തരം മോറൽ പോലീസുകാർ എല്ലാ മതങ്ങളിലും ഉണ്ട്. അവർ കരുതുന്നത് പ്രണയം പാപമാണെന്നാണ്. അവർ കരുതുന്നത് അവരുടേതല്ലാത്ത മതം പാപമാണെന്നാണ്. അവർ അറിയുന്നില്ല മതപഠനം അല്ല എല്ലാത്തിനും പരിഹാരമെന്ന്. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വിഷം കൊടുത്തു കൊന്ന ചേച്ചി പള്ളി പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഭാരവാഹിയായിരുന്നു. കഴിഞ്ഞ ദിവസം 2 സ്ത്രീകളെ വരഞ്ഞു കൊന്നു കൂടോത്രം ചെയ്തവൻ നിങ്ങളുടെ വേദോപദേശ ക്ലാസ്സിൽ പഠിച്ചിട്ടും ഒന്നും മനസ്സിലാവാത്തവൻ ആണോ? സ്വഭാവദോഷം കൊണ്ട് കൂടെയുള്ളവരെ നാണം കെടുത്തിയ ബിഷപ്പുമാരില്ലേ, വൈദികരില്ലേ, സിസ്റ്റേഴ്സില്ലേ? പൗരോഹിത്യവും സന്യാസവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത്തരം അപൂർവ അപഭ്രംശ കഥകൾ പറഞ്ഞിട്ടാണോ? സംഘികൾ കൊന്ന സിസ്റ്റർ റാണി മരിയയുടെ കഥ സിനിമ ആക്കിയത് ആ കുഞ്ഞുങ്ങളെ ഇടുക്കി രൂപത കാണിച്ചു കൊടുത്തുവോ? മണിപ്പൂരിലും ഗാസയിലും മനുഷ്യനെ കൊല്ലുന്ന കാര്യം കുട്ടികളോട് പറഞ്ഞുവോ? ഈ തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി ഇടുക്കി രൂപത ചെയ്തത് പച്ചയായ വർഗീയ രാഷ്ട്രീയം കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കലാണ്. അതിന് ആ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഇവരോട് ഉത്തരം പറയും. കാരണം കുട്ടികൾ അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ വർഗീയ നിറം വെച്ച കണ്ണിലൂടെ അല്ല കാണുന്നത്. ഇടുക്കി രൂപത ചെയ്തത് തെറ്റ്. ഇത്തരം നുണക്കഥയല്ല വേദോപദേശ ക്ലാസ്സിൽ കുട്ടികൾക്ക് പ്രണയത്തെപ്പറ്റി പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. അപൂർവ സംഭവങ്ങൾ അല്ല ഒരു വിഷയം പഠിപ്പിക്കാൻ ഉദാഹരണമായി എടുക്കേണ്ടത്. ഇതാണ് ശ്രദ്ധേയമായ ആ പോസ്റ്റ്. ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ ആണ്. വളരെ പ്രസക്തമായ ഫേസ്ബുക്ക് പോസ്റ്റും നമ്മളിന്ന് പ്രധാന വാർത്തകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതാണ്. മലേഗാവ് സ്ഫോടന കേസിലെ മുഖ്യപ്രതിയും BJP MPയുമായ പ്രഗ്യാ സിംഗ് താക്കൂർ ഗുരുതര രോഗബാധിതയാണെന്നും അവർക്ക് സമ്പൂർണ്ണ വിശ്രമം ആവശ്യമാണെന്നും ദേശീയ അന്വേഷണ ഏജൻസി NIA മുംബൈയിലെ പ്രത്യേക കോടതിയിലാണ് NIA റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് പരിഗണിച്ച NIA പ്രത്യേക കോടതി ജഡ്ജ് AK ലഹോട്ടി പ്രഗ്യാ താക്കൂറിനെ ആ ദിവസം നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ 20-ന് അവർ നേരിട്ട് ഹാജരാകണമെന്നും ഉറപ്പായും മൊഴി രേഖപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഒരു ഔദാര്യം. പ്രഗ്യാ സിംഗ് താക്കൂർ സ്ഥിരമായി ഹാജരാകാതിരിക്കുന്നത് വിചാരണ നടപടികൾ തടസ്സപ്പെടുത്തുന്നുവെന്ന് കോടതി ഈ മാസം ആദ്യം വിമർശിച്ചിരുന്നു. തുടർന്ന് അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ NIAയോട് കോടതി ആവശ്യപ്പെടുകയായിരുന്നു. കോടതിയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ തന്നെ ബാസ്കറ്റ്ബോളും ക്രിക്കറ്റും കളിക്കുന്ന പ്രഗ്യയുടെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു. 6 പേർ കൊല്ലപ്പെടുകയും
100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടന കേസിൽ ജാമ്യത്തിലാണ് പ്രഗ്യാ സിംഗ്. ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ മറ്റൊരു കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ഇഡി. റാഞ്ചിയിലെ ഭൂമി ഇടപാട് കേസിൽ രേഖപ്പെടുത്തുന്ന 3ാമത്തെ അറസ്റ്റാണിത്. 8.86 ഏക്കർ ഭൂമിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളിൽ തട്ടിപ്പ് കാണിച്ചെന്നാണ് കേസ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു പിന്നാലെ ജനുവരിയിലായിരുന്നു സോറന്റെ അറസ്റ്റ്. നിലവിൽ ഹോത്വാറിലെ ബിർസ മുണ്ട ജയിലിലാണ് സോറൻ. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന മുരളി മന്ദിരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് BJP അംഗത്വം നൽകുന്ന പരിപാടി സംഘടിപ്പിച്ച് പത്മജ വേണുഗോപാൽ. തൃശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ 20 പേർക്കാണ് പത്മജ മുരളി മന്ദിരത്തിൽ വെച്ച് അംഗത്വം നൽകിയത്. BJPയുടെ സംസ്ഥാന നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പരിപാടിക്ക് ശേഷം കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് അംഗത്വം സ്വീകരിച്ചവരും നേതാക്കളും മടങ്ങിയത്. പത്മജയുടെ നടപടിക്കെതിരെ സഹോദരനും UDF സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. പത്മജയുടേത് തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവൃത്തിയാണ്. അച്ഛനും അമ്മയും അന്തിയുറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് വിട്ടുകൊടുക്കില്ല. അതിനുവേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാണ്. അച്ഛൻ്റെ ആത്മാവ് പൊറുക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഈ വൃത്തികെട്ട കളി എങ്ങനെ കളിക്കാൻ പറ്റിയെന്നാണ് മനസ്സിലാകാത്തത്. ഏപ്രിൽ 26 കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് തനിക്കറിയാം. അതിന് ആരുടെയും ഉപദേശം വേണ്ട. വർഗീയ ശക്തികളെ തൃശ്ശൂരിൽ നിന്ന് തുടച്ചു നീക്കും. അമ്മയുടെ ഓർമ്മ ദിനത്തിലാണ് ഞാൻ ഈ പ്രതിജ്ഞയെടുക്കുന്നത്. BJPയിൽ പോയത് പത്മജയുടെ കൂടെ നടക്കുന്ന കുറച്ചുപേർ മാത്രമാണെന്നും മുരളീധരൻ പരിഹസിച്ചു. പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് രാവിലെ മുതൽ മുരളി മന്ദിരത്തിൽ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. സൂപ്പർ പവറാകാൻ ഇന്ത്യ കുതിക്കുന്നു എന്ന അവകാശവാദങ്ങൾ മോദി സർക്കാർ ഉയർത്തുമ്പോൾ യാഥാർത്ഥ്യം മറിച്ചാണ്. താഴേക്കിടയിലെ സാധാരണക്കാരെ ബാധിക്കുന്ന പല വിഷയങ്ങളും BJP സർക്കാർ മറന്നുപോകുന്നു. അതിലൊരു വിഷയമാണ് 4 വർഷം മുമ്പ് നിർത്തലാക്കിയ മുതിർന്ന പൗരന്മാർക്കുള്ള ട്രെയിൻ യാത്രയ്ക്കുള്ള കൺസെഷൻ. തമിഴ്നാട്ടിൽ വൈറലായ ഒരു വീഡിയോയിലൂടെ വീണ്ടും ഈ വിഷയം ചർച്ചയായിരിക്കുകയാണ്. മുതിർന്ന പൗരന്മാർക്ക് ഇന്ത്യൻ റെയിൽവേ നൽകിയിരുന്ന കൺസെഷൻ പിൻവലിച്ച് അവരുടെ യാത്രാ സ്വാതന്ത്ര്യത്തിൽ പോലും തടയിട്ട ഒരു കേന്ദ്ര ഭരണമാണ് നിലവിലുള്ളതെന്ന വിമർശനം സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം ഉയരുകയാണ്. തങ്ങൾക്കുള്ള ആനുകൂല്യം പിൻവലിച്ചെന്നറിയാതെ യാത്രയ്ക്കായി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന വൃദ്ധ ദമ്പതികളെക്കുറിച്ചുള്ള വീഡിയോ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട പല അവകാശങ്ങളിൽ ഒന്നിനെക്കുറിച്ച് മാത്രമാണ്. 4 വർഷം മുമ്പ് റദ്ദാക്കിയ ഈ ആനുകൂല്യം മൂലം അതുകൊണ്ട് മാത്രം റെയിൽവേക്ക് ലഭിച്ചത് 5800 കോടിയിലധികമാണെന്നാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നത്. കോവിഡ് ലോക്ക്ഡൌണിന് മുമ്പ് സ്ത്രീകൾക്ക് 50%, പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡറിനും 40% കൺസെഷൻ നൽകിയിരുന്നു. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ വർഷം 3 തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രവചനം. ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് സെന്റ് ലൂയിസ് മുൻ പ്രസിഡന്റ് ജെയിംസ് ബുള്ളാർഡാണ് പ്രവചനം നടത്തിയിരിക്കുന്നത്. ഈ വർഷം 3 തവണ US വായ്പ പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. US പണപ്പെരുപ്പം കേന്ദ്ര ബാങ്ക് പ്രതീക്ഷിക്കുന്ന നിരക്കിലേക്ക് ഈ വർഷം എത്തുമെന്നും ഇതുമൂലം പലിശ നിരക്കുകൾ കുറയാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു. US സമ്പദ് വ്യവസ്ഥയിലെ മറ്റ് നിരവധി ഘടകങ്ങളും പലിശ നിരക്ക് കുറയ്ക്കുന്നതിലേക്ക് നയിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ US മികച്ച രീതിയിലാണ് മുന്നേറുന്നത്. ശക്തമായ സമ്പദ് വ്യവസ്ഥയും മികച്ച സാമ്പത്തിക നയവുമാണ് US ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്ഷേമ പെൻഷൻ അവകാശമല്ല, സർക്കാർ നൽകുന്ന സഹായം മാത്രമാണെന്ന് ഹൈക്കോടതിയെ അറിയിച്ച് സംസ്ഥാന സർക്കാർ. പെൻഷൻ എപ്പോൾ നൽകണമെന്ന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണെന്നും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ അറിയിച്ചു. നിയമം അനുശാസിക്കുന്ന പെൻഷനിൽ ഉൾപ്പെടുന്നതല്ല ക്ഷേമ പെൻഷനെന്നും സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതിനെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. സാമൂഹ്യ പെൻഷൻ സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്.
സംസ്ഥാനത്തെ 5 വിഭാഗങ്ങളിലായി 45 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ നൽകുന്നുണ്ട്. കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ അരികുവൽക്കരിക്കപ്പെട്ടവർക്കായി പ്രത്യേക സഹായമായും പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. സാമൂഹ്യ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് പെൻഷൻ വിതരണം നടക്കാത്തതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇത് ഈ ഇലക്ഷനിൽ തെറ്റിദ്ധാരണ പരത്താൻ ഉപകരിക്കുന്ന ഒരു സംഗതിയാണ്. അവകാശമല്ല നയം. അത് ശരിക്കും സാങ്കേതികമായി കോടതി നിയമപരമായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയേണ്ടതാണ്. കാരണം ഒരിക്കലും അതൊരു സർക്കാരിൻ്റെ നയപരമായ കാര്യമാണ്, അല്ലാതെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു സംഗതിയല്ല പെൻഷൻ എന്നുള്ളത്. ഇപ്പോൾ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, അവർക്ക് ശമ്പളം അത് നിയമപരമായി ലഭിക്കേണ്ടതാണ്, അത് അവകാശമാണ്. എന്നാൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് കമ്പനി കൊടുക്കുന്നതാണ്, കമ്പനിയുടെ തീരുമാനമാണ്. അതിൽ വലിയ ഇടപെടൽ നടത്താൻ തൊഴിലാളികൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത് പോലെ കോടതി നിയമപരമായി ചോദിക്കുമ്പോൾ അതിന് നിയമപരമായ ടേംസ് ആണ് മറുപടിയായി നൽകേണ്ടത്. അത് അവകാശമല്ല. അവകാശം എന്നല്ല ഇതിനെ പറയുന്നത്, അത് സർക്കാർ നൽകുന്ന ഒരു ആനുകൂല്യമാണ്, ഒരു സഹായമാണ്, ആ ലിസ്റ്റിൽപ്പെടുന്ന സംഗതിയാണ്. അതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്നത് കൊണ്ട് അത് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കാനിടയുണ്ട്. ഇപ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലും കോടതി ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് വിദഗ്ധന്മാർ, അഡ്വക്കേറ്റുമാരുടെയൊക്കെ സഹായത്തോടെ നൽകുന്ന മറുപടി ഇത് തന്നെ ആയിരിക്കും. അതാണ് അതിൻ്റെ വസ്തുത. പ്രശസ്ത ബ്രിട്ടീഷ് സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ് 94-ാം വയസ്സിൽ അന്തരിച്ചു. 1964 പീറ്റർ ഹിഗ്സ് ഉൾപ്പെടെ 6 ശാസ്ത്രജ്ഞർ ചേർന്നാണ് പ്രപഞ്ചത്തിൽ പിണ്ഡത്തിന് കാരണമായ അദൃശ്യമായ കണികാതലമുണ്ടെന്ന സിദ്ധാന്തത്തിന് രൂപം കൊടുത്തത്. അവരാണ് ഹിഗ്സ് ബോസോൺ എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചത്. ഹിഗ്സ് ബോസോൺ സിദ്ധാന്തം മുന്നോട്ട് വെച്ചതിന് 2013 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഫ്രാങ്കോയിസ് ഇംഗ്ലർട്ടുമായി ഹിഗ്സ് പങ്കിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്സവ ചന്തയ്ക്ക് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ സാധനങ്ങൾക്ക് പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തി സ്വന്തമായി ചന്ത സംഘടിപ്പിക്കുവാൻ കൺസ്യൂമർ ഫെഡ് 14 ജില്ലയിലും ത്രിവേണി സൂപ്പർ മാർക്കറ്റിലുമാണ് വിലക്കുറവ്. ചൊവ്വാഴ്ച പല സൂപ്പർ മാർക്കറ്റുകളിലും നിരക്കിൽ ഇളവ് വരുത്തി. കൺസ്യൂമർ ഫെഡിന്റെ 170 വിൽപ്പന കേന്ദ്രങ്ങളിലും വിലക്കുറവ് ഉണ്ടാകും. 13 സാധനങ്ങളും സപ്ലൈകോയിലെ പോലെ വില കുറച്ച് ആവും നൽകുക. കേരള സ്റ്റോറി എന്ന സിനിമ BJPയുടെ കെണിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. അത് പ്രദർശിപ്പിക്കാൻ രൂപതകൾ തയ്യാറായത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് സമയത്ത് ദൂരദർശനിലൂടെ സിനിമ പ്രദർശിപ്പിച്ചത് കേരളത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ആ കെണിയിൽ വീഴരുതെന്നും AK ആന്റണി പറഞ്ഞു. കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ പച്ച നുണ പറയുന്നു. കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പിന്നിൽ RSS BJP അജണ്ടയാണെന്നും ആ കെണിയിൽ വീഴരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി രൂപതയിൽ വേദപാഠ ക്ലാസ്സിലെ ഭാഗമായി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റോറി സിനിമ പള്ളികളിൽ പ്രദർശിപ്പിക്കില്ലെന്ന് തലശ്ശേരി അതിരൂപത. അത്തരമൊരു പ്രചാരണം വരാൻ ഇടയായ സാഹചര്യം തങ്ങൾക്ക് അറിയില്ല. സിനിമയിലെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് സിനിമ പ്രദർശിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും തലശ്ശേരി അതിരൂപത അധികൃതർ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ പേരിലുള്ള സഭകൾ പ്രദർശിപ്പിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും ലവ് സ്റ്റോറി, സ്നേഹത്തിന്റെ കഥകൾ ആണെന്നും മറിച്ച് ഹേറ്റ് സ്റ്റോറികൾ, വിദ്വേഷത്തിന്റെ കഥകൾ അല്ലെന്നും ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്. കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന കേരള സ്റ്റോറി എന്ന സിനിമ ഇടുക്കി അതിരൂപത പ്രദർശിപ്പിച്ച സാഹചര്യത്തിലാണ് മാർ കൂറിലോസിന്റെ പ്രതികരണം. സാമ്പത്തികമായി പ്രതിസന്ധി സൃഷ്ടിക്കുക മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണയോടെ കോൺഗ്രസും BJPയും സ്വീകരിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാതിരിക്കാം എന്ന് ചിന്തിക്കുന്ന പ്രതിപക്ഷം ലോകത്തിൽ വേറൊരിടത്തും കാണില്ല. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചരണാർത്ഥം ഏലപ്പാറയിൽ എത്തിയ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. ഇതോടെ
പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും വാർത്തകൾ വാസ്തവങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു.